Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി നമ്മൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ, ദെൻ അതിനുശേഷം മൊഡ്യൂൾ വൈസ് അനാലിസിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഡെയിലി സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ പോയി കാണാം. പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടൊരു 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 16ലോട്ടാണ് നമ്മളിന്ന് കിടക്കുന്നത്. ചോദ്യം ഇതാണ്. സ്റ്റേറ്റ്മെന്റ് 1. Peter F. Drucker coined the term management by objectives, MBO. Then Drucker emphasized that managers should focus on efficiency rather than effectiveness. Number 3. He is often regarded as the father of modern management thinking. So ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുള്ള 4 ഓപ്ഷൻസ്. Number 1, only 1 and 2 are correct. Then 2 and 3 are correct. 1 and 3 are correct. All are correct. നമുക്ക് എന്താണ് ആൻസർ എന്നുള്ളത് നോക്കാം. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഡ്രക്കർ കോയിൻഡ് ദ ടേം മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, വളരെ കറക്റ്റ് ആണ്. 1954 ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിലാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഡ്രക്കർ പറഞ്ഞിട്ടുള്ള. MBO എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ സ്ഥാപനത്തിനും വ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം. ആ ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സിന്റെ ബേസിൽ വേണം മാനേജ്മെന്റ് സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല ഡിസിഷൻസും എടുക്കാൻ, അല്ലേ? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആണ്. Then number 2, Drucker emphasized that managers should focus on efficiency rather than effectiveness. അത് തെറ്റാണ്. ഡ്രക്കർ പറഞ്ഞിട്ടുള്ളത് ഇഫക്റ്റീവ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനാ. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡൂയിങ് ദി റൈറ്റ് തിങ്സ്, അതിനെയാണ് നമ്മൾ ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളും മിനിമൽ ടൈമിൽ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അവിടെ എഫിഷ്യൻസി ഉണ്ടാവുക, അല്ലെ? അതാണ് എഫിഷ്യൻസിയുടെ കൺസെപ്റ്റ്. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ആ ഒരു കൺസെപ്റ്റിലോട്ട് ഫോക്കസ് കൊടുക്കണം എന്നാണ് ഡ്രക്കർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നേരെ ഉൾട്ടയാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഹീസ് ഓഫൺ റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിങ്കിങ്, അത് കറക്റ്റാണ്. ഡ്രക്കറാണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. കാരണം ഹീസ് ദ പേഴ്സൺ ആക്ച്വലി ട്രാൻസ്ഫോംഡ് മാനേജ്മെന്റ് ഇറ്റ് ഇൻ ടു എ ഡിസിപ്ലിൻ, ഒരു ഡിസ്റ്റിങ്ക്ട് ഡിസിപ്ലിൻ ആയിട്ട് ഇതിനെ മാറ്റാൻ ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡ്രക്കർ. ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്ട് ഡിസിപ്ലിൻ ആയിട്ട് മാറാൻ ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ 1ഉം 3 ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ് ആൻസർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. The administrative school focuses on the organization as a whole. Number 2, the scientific management school focuses on the shop floor, work level. The number 3, both schools belong to neoclassical era. There options 1 and 2 are correct. 2 and 3, 1 and 3, all are correct. നമുക്ക് നോക്കാം. Number 1, administrative school focuses on the organization as a whole. Correct അല്ലേ? ഫയോളിന്റെ കോൺട്രിബ്യൂഷൻ ആണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, മൊത്തത്തിൽ ഓർഗനൈസേഷന്റെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഫയോള്
ശരിയാണ്. നമ്പർ 2 സയന്റിഫിക് ഇത് ആക്ച്വലി എന്താണ്, ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ്. ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് സയന്റിഫിക് മാനേജ്മെന്റ്. സോ ടൈലറിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഫോക്കസ് ഓൺ ദ ഷോപ്പ് ഫ്ലോർ വർക്കർ ലെവൽ. അങ്ങനെ ആ ഒരു രീതിയിൽ ഫോക്കസ് പോയിട്ടുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. ടൈലറിന്റെ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം, ഏറ്റവും എല്ലാതും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ഒപ്റ്റിമൽ ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല കൺസെപ്റ്റുകളും ടൈലർ തന്നിട്ടുള്ളത്. ഇപ്പോൾ ടൈം സ്റ്റഡി ആവട്ടെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആള് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്പർ 3 ബോത്ത് സ്കൂൾസ് ബിലോങ് ടു നിയോ ക്ലാസിക്കൽ എറ. അത് തെറ്റാണ്. ഇത് ക്ലാസിക്കൽ എറയാണ്. ഈ രണ്ടും 18th സെഞ്ചുറി മുതൽ 1930 വരെയാണ് ആ ഒരു കാലഘട്ടം വരുന്നത്. അപ്പോൾ നിയോ ക്ലാസിക്കൽ അല്ല, ക്ലാസിക്കലാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ 1 ഉം 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 18. നമ്പർ 1 ടൈം സ്റ്റഡി ഡിറ്റർമൈൻസ് ദ സ്റ്റാൻഡേർഡ് ടൈം taken to perform a well-defined job. Number 2 motion study involves eliminating unproductive movements. Number 3 both studies were developed by Henry Fayol. Options 1 and 2 are correct, 2 and 3 are correct, 1 and 3 are correct, all are correct. Easy question അല്ലേ? നമുക്ക് ആദ്യത്തെ നോക്കാം. ടൈം സ്റ്റഡി ഡിറ്റർമൈൻസ് ദി സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. അതിനല്ലേ ടൈം സ്റ്റഡി എന്ന് പറയാം. ഞാൻ പറഞ്ഞു ടൈലറിന്റെ കോൺട്രിബ്യൂഷൻ ആണത് അല്ലേ. മോഷൻ സ്റ്റഡി ഇൻവോൾവ്സ് എലിമിനേറ്റിംഗ് അൺപ്രൊഡക്റ്റീവ് മൂവ്മെന്റ്സ്. അതും കറക്റ്റ്. അൺനെസസറി മൂവ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്യലാണ് മോഷൻ സ്റ്റഡിയിൽ പറയുന്നത്. കറക്റ്റ്. ബോത്ത് സ്റ്റഡീസ് വേർ ഡെവലപ്ഡ് ബൈ ഹെൻറി ഫയലോ. അത് തെറ്റല്ലേ? ഇപ്പോൾ ടൈലറിന്റെ ആണ് ടൈം സ്റ്റഡി എന്ന് പറഞ്ഞു. മോഷൻ സ്റ്റഡി ആക്ച്വലി ഫ്രാങ്ക് ആൻഡ് ഗിൽബർത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ശരിക്കും ക്രെഡിറ്റ് അങ്ങോട്ടാണ് പോയിട്ടുള്ളത്. ഈ പറയുന്ന ടൈലർക്ക് ഉണ്ടെങ്കിലും മെയിൻ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഈ പറയുന്ന ഫയോളാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 1 ഉം 2 ആണ് കറക്റ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19. Statement 1 Chester Barnard viewed the organization as a cooperative system. Number 2 the acceptance theory of authority suggests authority flows from top down regardless of employee consent. Number 3 Barnard emphasized the importance of informal organization. Option 1 and 2, 2 and 3, 1 and 3 all are correct. നമുക്ക് നോക്കാം. ആദ്യം ബർണാഡ് ആണ് ഓർഗനൈസേഷനെ കോപ്പറേറ്റീവ് സിസ്റ്റം എന്ന് ആ ഒരു വ്യൂവിൽ, ആ പെർസ്പെക്റ്റീവിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ കറക്റ്റ് ആണ്. ആളുടെ വ്യൂ പോയിന്റ് ആണ്. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം, അല്ലാണ്ട് ഈ പറയുന്ന ഹൈറാർക്കി ലെവൽ അല്ലെങ്കിൽ ഈ പറയുന്ന ടോപ്പ് ഡൗൺ ആ ഒരു രീതിയിലല്ല വേണ്ടേ. ഒരു കോപ്പറേറ്റീവ് എന്താണ് അപ്രോച്ച് ആണ് വേണ്ടേ. എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് അവിടെ സ്ഥാപനത്തിൽ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുക, സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. ആ ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്ന ബർണാഡ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് സിസ്റ്റം എന്ന് പറയാൻ കാരണം. കോപ്പറേറ്റീവ് ശരിയാണ്. ദി അക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി സജസ്റ്റ് ദാറ്റ് അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ഡൗൺ റിഗാർഡ്ലെസ് ഓഫ് എംപ്ലോയി കൺസിഡർ. അത് തെറ്റാ. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. അക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റിയിൽ ടോപ്പ് ഡൗൺ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒരുമിച്ച് പോകണം, അല്ലെങ്കിൽ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അക്സെപ്റ്റൻസ് തിയറിയിൽ ബർണാഡ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ ബർണാഡ് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ്. ആ ഒരു ഫോർമൽ അതോറിറ്റി അത് മാറ്റി ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ബർണാഡാണ്. അപ്പോൾ 1 ഉം 3 ആണ് കറക്റ്റ് ആയിട്ട് വരാം. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യനിലൂടെ കിടക്കാം. The universalist view suggests management principles are applicable to all types of organizations. Simple. Management is a dynamic function because it must adapt to changing environments. Number 3, management is a single dimensional activity focusing only on work. ഇത് ആക്ച്വലി മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലേ ഒരു ചോദ്യമാണ്. 1 and 2, 2 and 3, 1 and 3 all are correct. Easy question. നമ്പർ 1 യൂണിവേഴ്സാലിറ്റി. നമുക്കറിയാം മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിളിൽ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. വ്യൂ സജസ്റ്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ആപ്ലിക്കബിൾ ടു ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. കറക്റ്റ് അല്ലേ? യൂണിവേഴ്സൽ അപ്രോച്ച്. ദെൻ മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് മസ്റ്റ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റ്സ്. അതും കറക്റ്റ് അല്ലേ? ഡൈനാമിക് ആണ്, എവർ ചേഞ്ചിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
Then number 3, management is a single dimensional activity focusing only on work. അത് തെറ്റാണ്. നമ്മൾ പറഞ്ഞ മൾട്ടി ഡയമെൻഷനല്ല, സിംഗിൾ ഡയമെൻഷനല്ല, മൾട്ടി. അപ്പോൾ ഇത് ഫീച്ചേഴ്സിൽ പറയുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2 ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ മാനേജ്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 20 ചോദ്യങ്ങൾ ഇപ്പോൾ ടോട്ടൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് MCQ ഡിസ്കഷനിൽ മറ്റൊരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് കാണാം. സോ എല്ലാ ദിവസവും പഠിക്കുക. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളെ കറക്റ്റ് സിലബസ് ബേസ്ഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ്സസും ദെൻ MCQ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാൻ അത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ക്ലാസ്. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.